ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രു, പിള്ളേരുടെ അപേക്ഷ മാനിക്ക അല്ലേ? സ്വന്തം ചോരയെ പിറന്ന മക്കള് കഴുകന്മാരെ പോലെ വന്ന് കൊത്തി തിന്നാൻ തക്കം പാർക്കുന്നു. ഈ അവസ്ഥയില് വളർത്തുമക്കളുടെ ചിറകിനടിയിൽ തന്നെ അഭയം തേടാം. അതാവും വിധി. അമ്മേ, ഈ പ്രകാശേട്ടൻ ചെയ്തു കൂട്ടുന്ന പാപങ്ങളൊക്കെ എന്റെ മോനും കൂടി അനുഭവിക്കേണ്ടി വരും അമ്മേ. അതോർക്കുമ്പോഴാ എനിക്ക്. മോളെ, പിശുക്കനാണ് മരുമകൻ എന്നേ അമ്മ കരുതിയിട്ടുള്ളൂ. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അച്ഛനെയും അമ്മയും കണ്ണീര് കുടിപ്പിച്ചിട്ട് നേടുന്നതൊന്നും നിലനിൽക്കില്ല മോളെ. സുചിത്രേടത്തി, എന്റെ അമ്മയ്ക്കും അച്ഛനും പ്രകാശേട്ടനെ കൊണ്ട് കിട്ടിയ ഏക പുണ്യം സുചിത്രേടത്തിയാ. ഞാനിതൊന്നും സുചിത്രേടത്തി വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പല തവണ ചവിട്ടേറ്റിട്ടും മക്കൾക്കെതിരെ പത്തിയെടുക്കാത്ത പാമ്പ അച്ഛൻ. സർവക്ഷമയും നശിച്ച ചിലപ്പോ തിരിഞ്ഞു പ്രതികരിച്ചെന്നിരിക്കും. അതിന്റെ ദുരന്തഫലം അനുഭവിക്കേണ്ടത് സുചിത്രേടത്തി കൂടിയാണല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സങ്കടം. അത് ഒഴിവാക്കാൻ സുചിത്രേടത്തി പ്രകാശേട്ടനൊന്ന് ഉപദേശിക്കണമെന്ന് പറയാനാ ഞാൻ കാണുന്നെന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സുചിത്രേടത്തിയെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. മാധവേട്ട, എന്തു പറ്റി? എന്താ രണ്ടുപേർക്കൊരു വിഷമം? എന്ത് കാര്യം മാധവേട്ട? പ്രകാശും മനോജും വീണ്ടും വർക്ക്ഷോപ്പിൽ വന്നിരുന്നു. എന്തിന്? സ്ഥലം അളക്കാൻ വേണ്ടി അളവുകാര്യം കൊണ്ടാ വന്നത്. ഈശ്വര, അളവുകാർ കൊണ്ടുവന്ന ഉപകരണങ്ങളൊക്കെ ഞാൻ എടുത്ത് വലിച്ചെറിഞ്ഞു. ആ വസ്തുവിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു. അവിടെ വർക്ക്ഷോപ്പ് നടത്താൻ അനുവദിക്കില്ലെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും ഭീഷണി മുഴക്കിയിട്ടാ മക്കള് പോയത്. അത് ശരിയാ. ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ മക്കൾക്ക് വാശി കൂടും. അവരിനി ഉപദ്രവിക്കാൻ വരും. ചിലപ്പോ ഇത് കണ്ടെത്തി ഇവിടെയും വരും. ഏത് അർദ്ധരാത്രിയിലും എന്ത് ചെയ്യാൻ മടിക്കാത്തവരാ. വേണ്ട മോനെ, വരുന്നത് പോലൊക്കെ വരട്ടെ. ഇവിടെ തന്നെ താമസിക്കാം. അമ്മേ, ഞങ്ങളെ അന്യരായിട്ടല്ല സ്വന്തം മക്കളായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ വീട്ടിലേക്ക് വരണം. വിനുവേട്ടനെ വളർത്തിയ കടം അങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വീട്ടണം അമ്മേ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനി ഈ ബസ്സിൽ കിടക്കാൻ പോവാ. ഈ അവസ്ഥയില് നിങ്ങളിവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയാ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല. അതാ നിങ്ങൾ ഞങ്ങളോട് വരണം അമ്മേ. ചന്ദ്രു, പിള്ളേരുടെ അപേക്ഷ മാനിക്ക അല്ലേ? സ്വന്തം ചോരയെ പിറന്ന മക്കള് കഴുകന്മാരെ പോലെ വന്ന് കൊത്തി തിന്നാൻ തക്കം പാർക്കുന്നു. ഈ അവസ്ഥയില് വളർത്തുമക്കളുടെ ചിറകിനടിയിൽ തന്നെ അഭയം തേടാം. അതാവും വിധി.
സർ എങ്ങോട്ടാ പോകണ്ടേ? നേരെ കോവളം ഹൗവ ബീച്ചിലേക്ക്. അവിടെ ഒരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ കഴിച്ച് നിശ ക്ലബിൽ പാട്ടും പാടി രാത്രി മുഴുവൻ ഡാൻസും കളിച്ച് നേരം പുലരുമ്പോ വീട്ടിലേക്ക്. അപ്പോ ഭാര്യയുടെ വക ഒരു ചോദ്യം, എന്താ താമസിച്ചേന്ന് ചോദിച്ച മാത്രയിൽ അവളെ കരണം പൊത്തിയൊരടി. എടോ, താൻ വിവാഹിതനാണോ? അല്ല സർ. ആ, പാടില്ല. ഇനി അഥവാ കെട്ടണമെങ്കിൽ എന്നെ പോലെ അടുക്കളക്കാരിയുടെ മകളെ കെട്ടരുത്. പണമുള്ളവളെ പണക്കാരുടെ കുടുംബത്തിൽ നിന്ന് മാത്രമേ ആകാവൂ. സെന്റിമെന്റ്സ് നോക്കി കെട്ടിയാലേ നമ്മൾ ദരിദ്രവാസികളാവും. അല്ലെങ്കിലേ എന്നെ പോലെ ബുദ്ധി ഉപയോഗിക്കണം. താൻ കേട്ടിട്ടില്ലേ, ലക്ഷമുള്ളവൻ ലക്ഷപ്രഭു, കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. ഞാനിന്ന് കോടീശ്വരനാ, കോടീശ്വരൻ. എന്താണോ തന്റെ പേര്? വൈഷ്ണവ് വിജയ്. എന്നെക്കാളും നല്ല പേരോ ഈ തണ്ടിക്ക്? പാടില്ല. തനിക്ക് പേര് കൊള്ളില്ല. താനേ ഡ്രൈവറാ. അപ്പു അല്ലെങ്കിലേ കുട്ടൻ. അതിലൊരു പേര് മതി. മനസ്സിലായടാ അപ്പക്കുട്ട? പിന്നെ തനിക്ക് ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. നമ്മൾ വളർന്നേ ഒറ്റക്കാലിൽ നിൽക്കാൻ തുടങ്ങിയാൽ ആദ്യം കളയേണ്ടത് നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനെ അമ്മയാ. ആദ്യം അവരെ കളഞ്ഞ് സ്വന്തം കാലിൽ കുതിച്ചു കയറണം, കോടീശ്വരനാകണം. നോക്കടാ എന്നെ പോലെ. എന്നാലേ എല്ലാവരും ബഹുമാനിക്കും. പണമില്ലെങ്കിലുണ്ടോ പീണമാടോ പീണം. ഈ ലോകം മുഴുവൻ കാൽ ചുവട്ടിൽ കൊണ്ടു നിർത്താൻ കേൾപ്പുള്ളവൻ കോടീശ്വരൻ. കോടീശ്വരൻ, ഞാൻ കോടീശ്വരൻ, കോടീശ്വരൻ, കോടീശ്വരനാണോ ഞാൻ? കോടീശ്വരൻ. പ്രകാശേട്ടാ, എന്താ? എവിടെടാ എന്റെ ലക്ഷറി കാർ? ലക്ഷറി കാറോ? പ്രകാശൻ എന്താ വട്ടായോ? ഞാനേ ഒരു ലക്ഷറി കാറിൽ യാത്ര ചെയ്യുന്നതായിട്ടേ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടതാണോ? ഇപ്പൊ വന്ന കാര്യം നടന്ന പ്രകാശന്റെ സ്വപ്നമൊക്കെ യാഥാർത്ഥ്യമാവുന്നേ. ലക്ഷറിക്കാരൊക്കെ നമുക്ക് വാങ്ങാം. ആ, ഇരിക്ക്. ആ, പറഞ്ഞോളൂ, എന്താണ് നിങ്ങളുടെ ആവശ്യം? വക്കീലെ, ഞാൻ പ്രകാശൻ. ഞാൻ മനോജ്. ഇതെന്റെ അനിയനാ. എന്റെ ഏട്ടനാ. ഞങ്ങളെ ഒരു പ്രോപ്പർട്ടിയുടെ കേസുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനെന്താ? കാര്യങ്ങള് ഡീറ്റെയിൽ ആയിട്ട് പറയും. ഏത് പ്രോപ്പർട്ടി, ആരുടെ പേരിലുള്ള പ്രോപ്പർട്ടി? കേൾക്കട്ടെ. അതെ, ഞങ്ങളുടെ അച്ഛൻ ഇവിടെ അടുത്തൊരു വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്. വർക്ക്ഷോപ്പൊക്കെ മതിയാക്കി ഇനിയുള്ള കാലം അച്ഛൻ വീട്ടിൽ വിശ്രമിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ തീരുമാനം. മാനത്തെ കൊട്ടാരം